ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. മിശിഹായിൽ സ്നേഹമുള്ള സഹോദരരെ, മലാക്കിയുടെ പ്രവചനം 2-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുകയും, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതന്. പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് തൻ്റെ ജനത്തോട് പറയുകയാണ്, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം, ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതന്. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ ഈശോ വളരെയധികം പ്രാധാന്യം കൊടുത്ത ഒരു ആത്മീയ ശുശ്രൂഷയായിരുന്നു പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ. പുരോഹിതരെ പഴയ നിയമത്തിൽ ദൈവം വളരെയധികം വിലമതിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ നിയമത്തിലെ പൗരോഹിത്യത്തിന് ദൈവം ഒരുപാട് വില കൽപ്പിക്കുകയും ശുശ്രൂഷയുടെ വളരെ വലിയ ഉത്തരവാദിത്തങ്ങൾ ഈ പുരോഹിതരെ ദൈവം ഏൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ മനോഹരമായ വിവരണങ്ങൾ നമുക്ക് ബൈബിളിൽ ലഭിക്കുന്നുണ്ട്. അഹ്റോനെ കുറിച്ച് പറയുമ്പോൾ പ്രഭാഷകന്റെ പുസ്തകം 45-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുകയാണ്, ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെപ്പോലെ തന്നെ വിശുദ്ധനുമായ അഹ്റോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായ ഉടമ്പടി ചെയ്യുകയും ജനത്തിൻ്റെ പൗരോഹിത്യം അവന് നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമയേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതളനാരങ്ങയും ദേവാലയത്തിൽ തൻ്റെ ആഗമനത്തെ അറിയിക്കുവാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്ര വർണ്ണം കലർന്ന ചിത്രപ്പണികളോട് കൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചുവപ്പ് നൂൽ ഇസ്രായേൽ ഗോത്രങ്ങളുടെ എണ്ണമനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കുവാൻ സ്വർണ്ണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ്ണ ഫലകം അവനെ അണിയിച്ചു. അവൻ്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരുന്നു. അതിൽ ഒരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി ഒന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധൻ്റെ കരചാരിത പ്രകടമാക്കുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവൻ്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവൻ്റെ മക്കളും പിൻഗാമികളും എല്ലാ കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും 2 പ്രാവശ്യം വീതം അവൻ്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേകിച്ച് നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കുവാനും അവിടുത്തെ നാമത്തിൽ തന്നെ ജനത്തെ ആശീർവദിക്കുവാനും വേണ്ടി അവനും അവൻ്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയ അത്. സ്നേഹമുള്ള സഹോദരരെ, ഈ ഒരു വലിയ ഉത്തരവാദിത്വവും ഭൗമികവും ആത്മീയവുമായ അലങ്കാരങ്ങളും നൽകി ദൈവം തൻ്റെ പുരോഹിതനെ അലങ്കരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുകയാണ്. ഇത് പൗരോഹിത്യത്തിന് ദൈവം നൽകിയ, പഴയ നിയമത്തിൽ പോലും ദൈവം നൽകിയ വലിയ പ്രാധാന്യത്തിൻ്റെയും ദൈവം അവൻ്റെ മേൽ നിശ്വസിച്ച വലിയ മഹത്വത്തിൻ്റെയും അടയാളമായിട്ടാണ് നാം ഇത് കാണുന്നത്. സ്നേഹമുള്ളവരെ, ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അഹറോൻ്റെ പൗരോഹിത്യം മാത്രമല്ല, പഴയ നിയമത്തിൽ മറ്റൊരു പൗരോഹിത്യം കൂടി നാം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു പൗരോഹിത്യം, അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു പൗരോഹിത്യം നാം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 14-ാമത്തെ അധ്യായത്തിൽ മെൽക്കിസദേക്കിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ.
അവൻ അബ്രാഹാമിനെ ആശീർവദിച്ചുകൊണ്ട് പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിന്റെ മേൽ ഉണ്ടാകട്ടെ. സ്നേഹമുള്ളവരെ, ഇവിടെ നാം വായിക്കുന്നത് സാലേം രാജാവായ മെൽക്കിസദേക്ക്. സാലേം എന്ന് പറഞ്ഞാൽ ഹെബ്രായ ഭാഷയിൽ സമാധാനം എന്ന അർത്ഥം. സമാധാന രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ അബ്രാഹത്തെ ആശീർവദിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ അബ്രാഹത്തെ ആശീർവദിക്കുന്ന ഈ പുരോഹിതനായ മെൽക്കിസദേക്ക്, ഈ മെൽക്കിസദേക്കിന് അബ്രാഹം താൻ യുദ്ധത്തിൽ വിജയിച്ചു കൊണ്ടുവന്ന എല്ലാത്തിൻ്റെയും ദശാംശം കൊടുക്കുന്നതായും നാം കാണുന്നുണ്ട്. ഈ മെൽക്കിസദേക്കിന് എന്ന് പറഞ്ഞാൽ ഈ മെൽക്കിസദേക്കിന് ദൈവത്തിൻ്റെ പ്രത്യേകമായ അധികാരം അബ്രാഹത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിയായിരുന്നു അബ്രാഹം. അബ്രാഹത്തിന് മുമ്പ് ദൈവം ഇങ്ങനെ തിരഞ്ഞെടുപ്പേ നടത്തിയിട്ടില്ലായിരുന്നു. അബ്രാഹത്തിലൂടെ ഈ തിരഞ്ഞെടുപ്പെല്ലാം നടത്തുന്നത്. അബ്രാഹത്തോടെ ദൈവം നീയൊരു അനുഗ്രഹമായിരിക്കുമെന്നൊക്കെ പറയുന്നത്. അബ്രാഹത്തിലൂടെ സന്തതി പരമ്പരകൾ അനുഗ്രഹിക്കപ്പെടുന്നത്. എന്നാൽ ഈ അബ്രാഹത്തിൻ്റെ മേൽ പോലും അധികാരമുണ്ടായിരുന്ന, ഈ അബ്രാഹത്തെ പോലും അനുഗ്രഹിക്കുവാൻ അധികാരവും അവകാശവും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയെ പഴയ നിയമം നമുക്ക് കാണിച്ചു തരുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ ഈ പുരോഹിതൻ, സമാധാന രാജാവായ പുരോഹിതൻ, ഇത് മെൽക്കിസദേക്ക്. സ്നേഹമുള്ളവരെ, പഴയ നിയമ പൗരോഹിത്യത്തിൻ്റെ വ്യത്യസ്തമായ ഒരു രൂപവും രീതിയും ഭാവവുമായി ഇവിടെ ഈ മെൽക്കിസദേക്ക് അവതരിപ്പിക്കപ്പെടുകയും ഈ മെൽക്കിസദേക്കിനെ കുറിച്ച് നാം പല സ്ഥലങ്ങളിൽ വായിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ പൗരോഹിത്യത്തെക്കുറിച്ച് പുതിയ നിയമത്തിൽ നാം പലയിടങ്ങളിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്. നമ്മൾ വായിക്കുകയാ 110-ാമത്തെ സങ്കീർത്തനത്തിൽ നമുക്ക് അത് ലഭിക്കുന്നുണ്ട്. കർത്താവ് ശപഥം ചെയ്ത് പറഞ്ഞു, 4-ാമത്തെ വാക്യം, മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. സ്നേഹമുള്ളവരെ, സങ്കീർത്തകനിലൂടെയുള്ള മനോഹരമായ ഒരു പ്രവചനമാണ് നാം ഇവിടെ വായിക്കുന്നത്. സങ്കീർത്തകനിലൂടെയുള്ള വളരെ മനോഹരമായ ഒരു പ്രവചനം. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു, അതിന് മാറ്റമുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ എന്നേക്കും അനന്തതയോളം നീണ്ടു നിൽക്കുന്ന പൗരോഹിത്യത്തിൻ്റെ ഒരു ശുശ്രൂഷയെക്കുറിച്ച് സങ്കീർത്തകനിലൂടെ ദൈവം പ്രവചിക്കുകയും അനന്തതയോളം നീണ്ടു നിൽക്കുന്ന ഒരു ശുശ്രൂഷയുടെ തലത്തെക്കുറിച്ച് ഈ വാക്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത്, ഹെബ്രായ ലേഖനത്തിൻ്റെ 7-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനം നമുക്ക് പറഞ്ഞു തരികയാണ്, മെൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം പുരോഹിതൻ രാജാക്കന്മാരെ വധിച്ചതിന് ശേഷം മടങ്ങി വന്ന അബ്രാഹത്തെ കണ്ടപ്പോൾ സാലേമിൻ്റെ രാജാവ്, സമാധാന രാജാവും അത്യുന്നതൻ്റെ ദൈവത്തിൻ്റെ പുത്രനുമായ മെൽക്കിസദേക്ക് അവനെ അനുഗ്രഹിച്ചു. സകലത്തിന് ദശാംശം അബ്രാഹാം അവന് നൽകി. അവൻ്റെ പേരിന് ഒന്നാമത് നീതിയുടെ രാജാവെന്നും രണ്ടാമത് സലേമിൻ്റെ സമാധാനത്തിൻ്റെ രാജാവെന്നുമാണ്. അവന് പിതാവോ മാതാവോ വംശപരമ്പരയോ ഇല്ല. അവൻ്റെ ദിവസങ്ങൾക്ക് ആരംഭമോ ആയുസ്സിന് അവസാനമോ ഇല്ല. ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതന. ദൈവപുത്രനായ ഈശോ മിശിഹായ്ക്ക് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതന. സ്നേഹമുള്ള സഹോദരരെ, ഇത് പുതിയ നിയമത്തിലെ പൗരോഹിത്യത്തിൻ്റെ ഒരു രീതിയെക്കുറിച്ചുള്ള അരുളപ്പാടായിട്ട്, പ്രവചനമായിട്ട് പഴയ നിയമത്തിൽ മാറുകയാ ഹെബ്രായ ലേഖനത്തിൻ്റെ ഈ വ്യാഖ്യാനത്തിലൂടെ. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ സംഭവിച്ച ആ സംഭവത്തെ സങ്കീർത്തകൻ ഒരു പ്രവചനത്തിൻ്റെ ഉപോത്ബലകമായി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു, അവൻ എന്നേക്കും പുരോഹിതനായിരിക്കുമെന്ന്. ആ വാക്യത്തെ പരിശുദ്ധാത്മാവിനാൽ നിവേശിതമായി ഹെബ്രായ ലേഖകൻ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുക, ദൈവപുത്രന് സദൃശനായ അവൻ എന്നേക്കും പുരോഹിതനായിരിക്കുമെന്ന്. എന്ന് പറഞ്ഞാൽ അത് പുതിയ നിയമത്തിലെ ഒരു പൗരോഹിത്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അടയാളമായി, പ്രതീകമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുകയാണ്.
മാത്രമല്ല ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ ഒരു സാമ്യമുള്ള പൗരോഹിത്യമായി ഈശോയുടെ ഈ ഭൂമിയിലെ രക്ഷാകരമായ ശുശ്രൂഷകളുടെയൊക്കെ പൂർത്തീകരണവും സമാനതയുള്ളതുമായ ഒരു പൗരോഹിത്യമായി ഇത് പുതിയ നിയമത്തിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ അത് ഈശോയുടെ തന്നെ പൗരോഹിത്യമാണ്, ദൈവപുത്രൻ്റെ തന്നെ പൗരോഹിത്യമാണ്. എന്നാൽ ഈ ദൈവപുത്രൻ്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് ഈശോയുടെ സ്വർഗാരോഹണം കൊണ്ട് അന്യവൽക്കരിക്കപ്പെടുന്ന ഒരു പൗരോഹിത്യമല്ല. ഈശോയുടെ സ്വർഗാരോഹണം കൊണ്ട് അന്യം നിന്ന് പോകുന്ന, പരമ്പര അറ്റുപോകുന്ന, തുടർച്ചയില്ലാതെ പോകുന്ന ഒരു പൗരോഹിത്യമല്ല. അതുകൊണ്ടാണ് ഈശോ തന്നെ കൃത്യമായിട്ട് തൻ്റെ അപ്പസ്തോലന്മാരെ ഈ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ ഭരമേൽപ്പിക്കുന്നത്. ഈശോ തന്നെ തൻ്റെ അപ്പസ്തോലന്മാരെ ഈ ശുശ്രൂഷ പല രീതികളിലും പല രൂപങ്ങളിലും ഭരമേൽപ്പിക്കുന്നത് നാം കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 28-ാമത്തെ അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. എപ്രകാരമാണ് കാണുന്നത്? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം, ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ എന്ന് പറഞ്ഞാൽ ഈ അധികാരത്താൽ ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ പറഞ്ഞേൽപ്പിക്കുകയാ, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക. തനിക്ക് വേണ്ടി തനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ പുതിയ നിയമത്തിലെ ദൈവപുത്രൻ്റെ പൗരോഹിത്യത്തിൻ്റെ അധികാരത്താൽ ഈശോ തൻ്റെ അപ്പസ്തോലന്മാരെ ചുമതല ഏൽപ്പിക്കുകയാ. ഈശോ അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക, യുഗാന്ത്യം വരെ. ഈ ലോകം അവസാനിക്കുന്നത് വരെ, ഈ ലോകത്തിലെ പത്രോസ് അപ്പോസ്തലന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഈ ഭൂമികയുടെ മൂലപദാർത്ഥങ്ങൾ കത്തിച്ചാമ്പലായി ഈ പ്രപഞ്ചം അന്യമാകുന്നത് വരെ ദൈവത്തിൻ്റെ ഈ പൗരോഹിത്യ ശുശ്രൂഷ അപ്പസ്തോലന്മാരിലൂടെ തുടരുമെന്ന് ഈശോ വാഗ്ദാനം ചെയ്യുകയാണ്. എന്തെല്ലാമാണ് ഈശോ പറയുന്നത്? നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തണം. വളരെ കൃത്യമായ ഒരു ഉത്തരവാദിത്വം. നിങ്ങൾ എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തണം. ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് ഓരോ മനുഷ്യരെയും അവർ ഏത് ജാതിയിലോ ഏത് കുലത്തിലോ ഏത് വർഗത്തിലോ ഏത് വംശത്തിലോ പെട്ടവരാണ് എങ്കിലും ഏത് തരത്തിലുള്ള ധാർമ്മിക ജീവിത ശൈലികൾ അനുവർത്തിക്കുന്നവരാണ് എങ്കിലും ഏത് തരത്തിലുള്ള സാമൂഹ്യ ജീവിത ശൈലികൾ അനുവർത്തിക്കുന്നവരാണ് എങ്കിലും അത് വിജാതീയരാണെങ്കിലും അവരെ എല്ലാം എൻ്റെ ശിഷ്യത്വത്തിലേക്ക്, ഈശോയുടെ ശിഷ്യത്വത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് തൻ്റെ വചനത്താൽ അവരെ ആനയിക്കണമെന്നുള്ള വലിയ ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞാൽ സകല ജാതികളോടും സകല ജനതകളോടും സകല വർഗങ്ങളോടും സകല വംശങ്ങളോടും ഈശോയുടെ സുവിശേഷത്തിൻ്റെ സദ്വാർത്ത പ്രഘോഷിക്കുവാൻ ഈശോയുടെ രക്ഷാകരമായ മനുഷ്യാവതാരത്തിൻ്റെയും കുരിശമരണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശമരണത്തിൻ്റെയും തിരുവുദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും അവൻ്റെ രണ്ടാമത്തെ ആഗമനത്തിൻ്റെയും അന്ത്യവിധിയെയും സംബന്ധിക്കുന്ന രക്ഷാകരമായ സുവിശേഷ സത്യങ്ങൾ ലോകത്തിലെ സകല ജനതകളോടും പ്രഘോഷിക്കുവാൻ ക്രിസ്ത്യാനികളായ മാമോദിസ സ്വീകരിച്ചവരായ ഈശോയുടെ ശിഷ്യത്വം സ്വീകരിച്ചവരായ ഓരോ വ്യക്തിക്കും അഥവാ ഈശോയുടെ സഭയ്ക്ക് ആ ഉത്തരവാദിത്വമുണ്ട് എന്ന്, ആ അധികാരമുണ്ട് എന്ന്, ആ സഭയിൽ ശുശ്രൂഷാപരമായ ഉത്തരവാദിത്വം പ്രത്യേകമായി ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ പുരോഹിതനും അതുണ്ട് എന്ന് ഈശോ വ്യക്തമാക്കി പറഞ്ഞു തരികയും എന്ന് പറഞ്ഞാൽ ഈശോ ഈ പൗരോഹിത്യത്തിൻ്റെ ഉത്തരവാദിത്വം ആദ്യമായി തൻ്റെ അപ്പസ്തോലന്മാർക്ക് നൽകുന്നത് ഈ പ്രഘോഷണത്തിൻ്റെ ഉത്തരവാദിത്വത്തിലൂടെയാണ്. ഈ പ്രഘോഷണത്തിന് ഉത്തരവാദിത്വം, ആകിയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിക്ഷപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുക.
എന്ന് പറഞ്ഞാൽ ജാതികളെയും ജനതകളെയും വർഗങ്ങളെയും സകല വംശങ്ങളെയും ഈശോയുടെ വചനത്താൽ ഈശോയെക്കുറിച്ചുള്ള അറിവിലേക്ക്, ഈശോയുടെ പെസഹ രഹസ്യങ്ങളെക്കുറിച്ചുള്ള പ്രഘോഷണത്തിലൂടെ അവരെ തന്നിലേക്ക്, ഈശോയിലേക്ക് നയിച്ചതിന് ശേഷം അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ നിശ്ചയമായും അവർ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു എന്നതിൻ്റെ അടയാളമായി ചെയ്യേണ്ടത് ഈ മാമോദീസ എന്ന കൂദാശയിലൂടെ ഈ കൂട്ടായ്മയിലേക്ക്, തിരുസഭയുടെ ഈ കൂട്ടായ്മയിലേക്ക് ആനയിക്കുവാനുള്ള അധികാരവും ഈശോ തൻ്റെ ശിഷ്യന്മാർക്ക്, അപ്പസ്തോലന്മാർക്ക് പൗരോഹിത്യമെന്ന അധികാരത്തിലൂടെ നൽകുകയും. സ്നേഹമുള്ളവരെ, അത് കഴിഞ്ഞിട്ടാണ് ഈശോ പറയുന്നു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആദ്യം എല്ലാ ജനതകളോടും ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കണം. എല്ലാ ജനതകളോടും ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെതുമായ ആത്മരക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഈ ഈശോയിലുള്ള വിശ്വാസത്തെക്കുറിച്ച് പ്രഘോഷിക്കണം. അതാ തിമോത്തിയോസിന് എഴുതിയ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15 മുതൽ വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ഈശോ മിശിഹായിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതം നീ ചെറുപ്പം മുതലേ വായിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ, കേട്ടിട്ടുണ്ടല്ലോ. സ്നേഹമുള്ളവരെ, രക്ഷ പ്രാപിക്കുവാൻ അത്യാവശ്യമുള്ളത് ഈശോയിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസം ലഭിക്കുവാൻ അത്യാവശ്യമുള്ളത് അവിടുത്തെ വചനം സ്വീകരിക്കുക എന്നുള്ളത്. ഈ വചനം സ്വീകരിക്കാതെ, ഈ വിശ്വാസത്തിലേക്ക് കടന്നു വരാതെ ഒരു വ്യക്തിക്കും രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരികയും, ഈശോയുടെ വചനം കേൾക്കാതെ, ഈശോയുടെ വചനം സ്വീകരിക്കാതെ, ഈശോയിലുള്ള വിശ്വാസം സ്വീകരിക്കാതെ ഒരു വ്യക്തിക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കുകയില്ല എന്ന് ഈശോ പറയുകയും, അങ്ങനെ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഈ അപ്പസ്തോലന്മാരോട് പറയുന്നത്, നിങ്ങളവരെ മാമോദീസ നൽകണം. മാമോദീസയിലൂടെ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയായ സഭയിലേക്ക്, രക്ഷിക്കപ്പെട്ടവരുടെ പെട്ടകമായ തിരുസഭയ്ക്കുള്ളിലേക്ക് അവരെ ആനയിക്കണം. തിരുസഭയാകുന്ന രക്ഷയുടെ പെട്ടകത്തിലേക്കുള്ള പ്രവേശക കവാടമാ മാമോദീസ എന്ന കൂദാശ. ഈ മാമോദീസ എന്ന കൂദാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തി, അല്ലെങ്കിൽ കാനാന്റെ പ്രവേശക കവാടം പോലെ നിലനിന്നിരുന്ന നദിയിലൂടെ, ജോർദാൻ നദിയിലൂടെ കടന്നുപോയവരെ പോലെ, അല്ലെങ്കിൽ പുറപ്പാട് അനുഭവത്തിലൂടെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് കടന്നുപോയ ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്നതുപോലെ, ജലത്തിലൂടെ കടന്നുപോയതുപോലെ, ജലത്തിലൂടെ രക്ഷാകരമായ അനുഭവമായി കടന്നുപോയതുപോലെ, ജോർദാൻ കടന്ന് കാനാനിൽ പ്രവേശിച്ചതുപോലെ, അതിൻ്റെയൊക്കെ പ്രതീകാത്മകതയുടെ, ആ പഴയ നിയമ പ്രതീകാത്മകതയുടെ പൂർത്തീകരണമായ പുതിയ നിയമത്തിലെ ജ്ഞാനസ്നാനത്തിൽ, പുതിയ നിയമത്തിലെ മാമോദീസായിൽ ഓരോ വ്യക്തിയും വിശ്വാസം സ്വീകരിച്ചു കഴിയുമ്പോൾ ഈ ജലത്തിലൂടെയുള്ള വാഗ്ദാന ദേശത്തേക്കുള്ള പ്രവേശനം പോലെ ഈ ജലത്തിലൂടെ ദൈവരാജ്യം തന്നെയായ സഭയിലേക്ക്, രക്ഷയുടെ പെട്ടകമായ സഭയിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കുകയാണ്. ഈ അനുഭവം നൽകുവാനുള്ള അധികാരവും സഭയുടെ പൗരോഹിത്യ ശുശ്രൂഷയെ ഈശോ ഭരമേൽപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈശോ പറയുന്നത്, ഞാൻ പറഞ്ഞവയെല്ലാം അനുസരിക്കുവാൻ, ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുക. അത് സഭയുടെ ഉത്തരവാദിത്വം. സ്നേഹമുള്ള സഹോദരരെ, ദൈവവചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മനസ്സിലാക്കണം, കാലാതീതമായ
ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനപരമായ കൽപ്പനകളെയും പ്രമാണങ്ങളെയും വിശ്വാസ സത്യങ്ങളെയും കാലോചിതമായി വ്യാഖ്യാനിക്കുവാനും വിശദീകരിക്കുവാനും അങ്ങനെ ദൈവജനത്തെ ആനുകാലികമായ ധാർമ്മിക ജീവിത രീതികളിൽ പരിശീലിപ്പിക്കുവാനുമുള്ള ഉത്തരവാദിത്വം അഥവാ പ്രബോധനപരമായ ഉത്തരവാദിത്വം ഈശോ തൻ്റെ സഭയെ, അതും സഭയിലെ പൗരോഹിത്യ അധികാരത്തെ ഭരമേൽപ്പിക്കുകയാണ്. അതാ മാർപ്പാപ്പമാരുടെ ആനുകാലികമായ ചാക്രിയ ലേഖനങ്ങളും മറ്റ് പ്രബോധന രേഖകളും തിരുസഭയിലെ കാലാകാലങ്ങളിൽ നടക്കുന്ന സാർവത്രിക സൂനകദോസകളുടെ പ്രബോധനങ്ങളും അതാത് സ്ഥലത്തിൻ്റെ മെത്രാന്മാരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ആധികാരികമായ നിർദ്ദേശങ്ങളും പ്രബോധനങ്ങളുമെല്ലാം ഈ തിരുസഭയുടെ പ്രബോധനത്തിൻ്റെ ഭാഗമായി മാറുകയും ഓരോ കാലഘട്ടത്തിൽ ഓരോ ദേശത്തിൽ ക്രൈസ്തവ വിശ്വാസം എപ്രകാരം ധാർമ്മികമായി ജീവിക്കപ്പെടണമെന്ന് സഭയുടെ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈശോ ദൈവജനത്തെ പഠിപ്പിക്കുകയാണ്. ഈ അധികാരവും പൗരോഹിത്യത്തിൻ്റെ അധികാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗരോഹിത്യത്തിൻ്റെ അധികാരമാണ് എന്ന് മനസ്സിലാക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 18-ാമത്തെ അധ്യായത്തിൽ നമ്മോട് പറയുന്നുണ്ട്. നിങ്ങൾ നിന്റെ സഹോദരൻ പറയുകയാ, അവൻ അവരെയും അനുസരിക്കുന്നില്ല എങ്കിൽ സഭയോട് പറയുക, സഭയെപ്പോലും അനുസരിക്കുന്നില്ല എങ്കിൽ അവൻ നിനക്ക് വിജാതീയനെ പോലെയും ചുങ്കക്കാരനെ പോലെയുമാ. സഭയെ അനുസരിക്കാത്ത ഓരോ വ്യക്തിയും സഭയുടെ ധാർമ്മിക പ്രബോധനങ്ങളെ ഏത് കാരണത്തിൻ്റെ പേരിലാണെങ്കിലും പരിശുദ്ധ പിതാവിൻ്റെ ആധികാരികമായ ചാക്രിയ ലേഖനങ്ങളിലൂടെയും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയുമൊക്കെ നമുക്ക് ലഭിക്കുന്ന ധാർമ്മികമായ വിശ്വാസപരമായ പ്രബോധനങ്ങളെയും അതുപോലെ തന്നെ തിരുസഭയുടെ ഔദ്യോഗികമായ വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിക്കുന്ന പ്രബോധനം നടത്തുവാൻ നിയുക്തമായിരിക്കുന്ന വിശ്വാസ കാര്യാലയത്തിൻ്റെ അധ്യക്ഷസ്ഥാനത്തിരുന്നു കൊണ്ട് ആ കാർദിനാൾ തിരുമേനി നൽകുന്ന പ്രബോധനങ്ങളെയും നിഷേധിക്കുന്നവർ സഭയെ തന്നെ നിഷേധിക്കുകയും അവർ ഈശോയ്ക്ക് പോലും വിജാതീയനെ പോലെ മാമോദിസ സ്വീകരിക്കാത്തവരെ പോലെ ആയിത്തീരുകയും. സ്നേഹമുള്ളവരെ, ഇത് തിരുസഭയുടെ പൗരോഹിത്യത്തോട് ഈശോ ചേർത്ത് വെച്ചിരിക്കുന്ന 2 അധികാരങ്ങളാണ്. ഒന്ന്, കൂദാശകൾ പരികർമ്മം ചെയ്യാനുള്ള മാമോദീസ എന്ന കൂദാശയെക്കുറിച്ച് അവിടെ പറയുന്നത് എങ്കിലും തിരുസഭയിലേക്ക് ആനയിക്കുവാനും തിരുസഭയിലുള്ള കൂദാശകൾ പരികർമ്മം ചെയ്യുവാനും അതുപോലെ തന്നെ ദൈവവചനം കൊണ്ട് വിശ്വാസികളെ പ്രബോധിപ്പിക്കുവാനും അവരെ ധാർമ്മികമായി പരിശീലിപ്പിക്കുവാനുമുള്ള അധികാരം. ഈ അധികാരം ഈശോ തൻ്റെ പുരോഹിതർക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ്. ഈശോ തൻ്റെ സഭയിൽ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് നൽകിയിരിക്കുന്ന അധികാരമാണ്. ഈ അധികാരം വിനിയോഗിക്കുവാൻ ഓരോ പുരോഹിതനും ഉത്തരവാദിത്വമുണ്ട്. സകല ജാതികളോടും സകല ജനതകളോടും ഭയം കൂടാതെ മടി കൂടാതെ ഈശോയെ പ്രഘോഷിക്കുവാൻ, ഈശോയുടെ രക്ഷാകരമായ പെസഹ രഹസ്യത്തെ, മനുഷ്യാവതാര രഹസ്യങ്ങളെ പ്രഘോഷിക്കുവാൻ ഓരോ പുരോഹിതനും അധികാരവും ഉത്തരവാദിത്വവുമുണ്ട്. മാത്രമല്ല, അങ്ങനെ ആ പ്രഘോഷണം ശ്രവിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് മാമോദീസ എന്ന കൂദാശയിലൂടെ രക്ഷയുടെ പെട്ടകമായ സഭയിലേക്ക് പ്രവേശനം കൊടുക്കുവാനും അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടായ്മയായ സഭയിലേക്ക് പ്രവേശിപ്പിക്കുവാനും അല്ലെങ്കിൽ രക്ഷയുടെ ദൈവരാജ്യമായ സഭയാകുന്ന കാനാനിലേക്ക് ജലത്താലുള്ള കടന്നുപോകലിലൂടെ പ്രവേശനം നൽകുവാനും പുരോഹിതർക്ക് ഉത്തരവാദിത്വമുണ്ട്. എന്ന് മാത്രമല്ല, അങ്ങനെ കടന്നു വരുന്ന ഓരോ വിശ്വാസികളെയും ദൈവവചനം വ്യാഖ്യാനിച്ചുകൊണ്ട് തിരുസഭയുടെ പ്രബോധനങ്ങൾ, ധാർമ്മികമായ വിശ്വാസപരമായ പ്രബോധനങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് അവരെ ധാർമ്മിക ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും അടിയുറച്ച് വളരുന്നവരാക്കി മാറ്റുവാനും
പുരോഹിതർക്ക് ഉത്തരവാദിത്തമുണ്ട്. അതാ മലാക്കി പ്രവചനത്തിൽ നാം വായിക്കുന്നത്, പുരോഹിതൻ അധരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം. ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം. കാരണം അവൻ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ദൂതന. സ്നേഹമുള്ളവരെ, ഓരോ വിശ്വാസികളും പുരോഹിതനെ സമീപിക്കണം. പുരോഹിതനെ സമീപിക്കണം. കൂദാശകൾക്ക് വേണ്ടി, പ്രബോധനങ്ങൾക്ക് വേണ്ടി, ജ്ഞാനത്തിന് വേണ്ടി, ദൈവരാജ്യത്തെ സംബന്ധിക്കുന്ന ജ്ഞാനത്തിന് വേണ്ടി, രക്ഷയെ സംബന്ധിക്കുന്ന ജ്ഞാനത്തിന് വേണ്ടി, ധാർമ്മിക വിശുദ്ധിക്ക് അനിവാര്യമായ ജ്ഞാനത്തിന് വേണ്ടി പുരോഹിതനെ സമീപിക്കണം. ആ പുരോഹിതൻ ഇന്ന് ദൈവജനത്തെ പ്രബോധിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഈശോയുടെ കൗദാശികമായ രക്ഷാകരമായ അനുഭവവും ദൈവവചനത്താലുള്ള വിശുദ്ധീകരണത്തിൻ്റെ അനുഭവവും സ്വന്തമാക്കുവാൻ, പൗരോഹിത്യത്തെ വിലമതിക്കുവാൻ, പൗരോഹിത്യത്തിൻ്റെ ഇത്തരത്തിലുള്ള ശുശ്രൂഷകളെ ആദരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ പൗരോഹിത്യത്തിന് ദൈവം നൽകിയിരിക്കുന്ന മഹത്വവും നന്മകളും നമുക്ക് ഓരോരുത്തർക്കും സ്വന്തമാക്കുവാൻ സാധിക്കുന്ന ഒരു ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അതിന് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടാകട്ടെ. ആമേൻ.